നമസ്കാരം. ശരിക്കും ഒരു ശവന്തീനിയാണ് കഴുകൻ. പ്രകൃതിയിലെ തോട്ടിപ്പണിക്കാരായ കഴുകന്മാരെ ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക എന്നീ 2 ഭൂഖണ്ഡങ്ങളൊഴികെ മറ്റെല്ലായിടത്തും കാണാം. 2 തരത്തിലുള്ള കഴുകന്മാരുണ്ട്. അതായത് കാലിഫോർണിയയിലും ആൻഡീസ് മലനിരകളിലും കാണപ്പെടുന്ന പുതുലോക കഴുകന്മാരും യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ എന്നിവിടങ്ങളിൽ കാണുന്ന പഴയ ലോക കഴുകന്മാരും. പഴയ ലോക കഴുകന്മാർ, പുതിയ ലോക കഴുകന്മാർ എന്നീ പദങ്ങൾ വെവ്വേറെ പരിണമിച്ച 2 കൂട്ടം കഴുകന്മാരെയാണ് സൂചിപ്പിക്കുന്നത്. തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിലും പരിസ്ഥിതിയുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ സമാന സ്വഭാവങ്ങൾ അവ കാണിക്കുന്നു. കഴുകന്മാർക്ക് തലയിൽ തൂവലുകളില്ല. അതായത് കഷണ്ടിത്തലയന്മാരാണ് ഈ കഴുകന്മാർ. വർഗീകരണമനുസരിച്ച് പുതുലോക കഴുകന്മാരുടെ അംഗങ്ങൾ ഉൾപ്പെടുന്ന കുടുംബമാണ് കത്താർട്ടിഡെ. മണം പിടിച്ച് ആഹാരം കണ്ടെത്താനുള്ള കഴിവ് ഇവർക്കുണ്ട്. 5 ജനുസുകളിലായി 7 സ്പീഷീസുകൾ അടങ്ങുന്ന ഇരപിടിയൻ പക്ഷികളുടെ കുടുംബമാണ് കത്താർട്ടിഡെ. പഴയ ലോക കഴുകന്മാർ ഉൾപ്പെടുന്ന കുടുംബമാണ് അസിപ്പിഡിഡെ. ഈ കുടുംബത്തിൽ 9 ജനുസുകളിലായി 16 ഇനം, അതായത് 16 സ്പീഷീസുകളാണുള്ളത്. പരുന്ത്, അതായത് കൈറ്റ്, ഗരുഡൻ, അതായത് ഈഗിൾ, പ്രാപ്പിഡിയൻ, അതായത് ഹോക്ക്, വെള്ളപ്പരുന്ത്, അതായത് ബസാർഡ് എന്നിവർ ഈ കുടുംബത്തിൽപ്പെട്ടവരാണ്. ഈ വിഭാഗത്തിലുള്ള കഴുകന്മാർ ശവങ്ങളെ കണ്ടെത്തുന്നത് കാഴ്ചയിലൂടെയാണ്. അസിപ്പിഡിഡെ കുടുംബത്തിൽപ്പെട്ട താടിയുള്ള കഴുകനെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ വീഡിയോ മുഴുവൻ കാണണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം ബെൽ ബട്ടണും അമർത്തണം. താടിയുള്ള ഈ കഴുകന്മാർ ലോകത്തിലെ ഏറ്റവും വലിയ 10 പക്ഷികളിൽ ഒന്നാണ്. ജെപീറ്റസ് ബാർബേറ്റസ് എന്ന ശാസ്ത്രനാമമുള്ള താടിയുള്ള കഴുകന് ലാമാർജിയർ എന്നൊരു ജർമ്മൻ പേരുകൂടിയുണ്ട്. ആടിനെ ആക്രമിക്കുന്ന പക്ഷി എന്നാണ് അതിനർത്ഥം. മാത്രമല്ല അസ്ഥി പൊട്ടിക്കുന്ന എന്നർത്ഥമുള്ള ഓസിഫ്രജ് എന്ന പേരുകൂടി ഈ കഴുകനുണ്ട്. യൂറേഷ്യ, കിഴക്കൻ ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റിൻ്റെ ചില ഭാഗങ്ങളിലുള്ള പർവ്വത പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താടിയുള്ള കഴുകന്മാരെ കാണാം. ഇവയ്ക്ക് സമുദ്രനിരപ്പിൽ നിന്ന് 6500 അടി വരെ ഉയരത്തിൽ പറക്കാനാകും. മാത്രമല്ല നിരവധി മൈലുകൾ ഗ്ലൈഡ് ചെയ്യാനും ഇവർക്കാകും. അസിപ്പിഡിഡെ കുടുംബത്തിൽപ്പെട്ട താടിയുള്ള കഴുകൻ സാമാന്യ വലിപ്പമുള്ള പക്ഷിയാണ്. 94 മുതൽ 125 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള കഴുകൻ്റെ ചിറക് വിസ്താരം 2.5 മുതൽ 3 മീറ്ററോളം വരും. മാത്രമല്ല 4.5 മുതൽ 7.5 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടാകും. മുതിർന്ന കഴുകന് കറുപ്പ് കലർന്ന ചാര നിറത്തിലുള്ള ചിറകുകളും വാലുമാണുള്ളത്. ശരീരത്തിൻ്റെ അടിഭാഗത്തിന് തുരുമ്പിച്ച ഓറഞ്ച് അല്ലെങ്കിൽ വെളുത്ത നിറമാണ്. തൂവലിലെ ഓറഞ്ച് നിറം നിലനിർത്താൻ ഇവ ഇരുമ്പിൻ്റെ അംശമുള്ള മണ്ണിൽ ചിറകടിച്ച് കുളിക്കാറുണ്ട്. ശരീരവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ താടിക്കഴുകൻ്റെ തല ചെറുതാണ്. ചാരനിറത്തിലുള്ള അല്ലെങ്കിൽ കറുത്ത ചുണ്ട് മൂർച്ചയുള്ളതും കൂർത്തു വളഞ്ഞതുമാണ്. മാത്രമല്ല മാംസം കീറാനും അസ്ഥികൾ കൊത്തിപ്പൊട്ടിക്കാനും ശേഷിയുള്ളതാണ്. ചുണ്ടിന് താഴെയുള്ള കറുത്ത താടിയാണ് ഇവയുടെ പ്രത്യേകത. മാത്രമല്ല അതുകൊണ്ടാണ് താടിയുള്ള കഴുകരെന്ന പേരും ഇവർക്ക് കിട്ടിയത്. കടും ചുവപ്പ് അല്ലെങ്കിൽ ഓറഞ്ച് വളയം കണ്ണുകളെ വലയം ചെയ്തിട്ടുണ്ട്. നോട്ടത്തിന് തീവ്രമായ രൂപം കൊടുക്കുന്നത് ഈ ചുവന്ന വളയമാണ്. ആകാശത്തു നിന്നും ശവങ്ങളെ കണ്ടെത്താൻ ശേഷിയുള്ളതാണ് ഇവയുടെ കണ്ണുകൾ. വാൽ നീളമുള്ളതും ആ പാകൃതിയിലുള്ളതുമാണ്. കാൽവിരലുകൾക്ക് വരെ തൂവലുകളുണ്ട്. കാലുകൾ മറ്റു കഴുകന്മാരുടേതുപോലെ ശക്തമല്ല. കാരണം അവ ജീവനുള്ള ഇരകളെ പിടിക്കുന്നില്ല. എന്നാൽ അസ്ഥികളെ മുറുകെ പിടിക്കാനുള്ള ശക്തിയുണ്ട്. സവിശേഷമായ ഭക്ഷണക്രമമുള്ള തോട്ടിപ്പണിക്കാരൻ, അതായത് സ്കാവഞ്ചറാണ് താടിക്കഴുകൻ. പൂർണ്ണമായും അസ്ഥികൾ കഴിച്ച് ജീവിക്കുന്ന ഒരേ ഒരു പക്ഷി എന്ന ഖ്യാതി കൂടി ഈ താടിക്കഴുകനുണ്ട്. ഭക്ഷണത്തിൻ്റെ 90% ഇരകളുടെ എല്ലുകളാണ്. അവയുടെ ശക്തമായ തലയോട്ടിയും താടിയെല്ലും എല്ലുകളെ കൊത്തിപ്പൊട്ടിക്കുന്നതിനും വഴുക്കാതെ പിടിക്കുന്നതിനും സഹായിക്കുന്നു. ചുണ്ടുകൊണ്ട് കൊത്തിപ്പൊട്ടിക്കാനാകാത്ത എല്ലുകളെ ഉയരത്തിൽ നിന്ന്, അതായത് 80 മീറ്റർ വരെ ഉയരത്തിൽ നിന്ന് പാറകൾക്ക് മേലിടും. പാറകളിൽ വീണ് പൊട്ടി നുറുങ്ങുന്ന അസ്ഥികഷണങ്ങളെ അവ ആവേശത്തോടെ കുത്തിവിഴുങ്ങും. എല്ലുകളെ ദഹിപ്പിക്കാൻ പാകത്തിലുള്ളതാണ് ദഹനവ്യൂഹം. ഇവയുടെ ആമാശയത്തിന് അസാധാരണമായ അമ്ലത്വമാണ്, അതായത് അസിഡിറ്റിയാണുള്ളത്, അതായത് pH 1. ആമാശയത്തിലെ ഉയർന്ന അസിഡിറ്റി അസ്ഥികളെ വേഗത്തിൽ അലിയിക്കും. എന്തിനേറെ വലിയ അസ്ഥി കഷണങ്ങൾ പോലും 24 മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായും ദഹിപ്പിക്കുമെന്നാണ് പറയുന്നത്. മാത്രമല്ല ഇത് അസ്ഥിമജ്ജയിൽ നിന്നും കൊഴുപ്പും പ്രോട്ടീനും കൊണ്ട് സമ്പുഷ്ടമായ പോഷകങ്ങൾ വേർതിരിച്ചെടുക്കാനും സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ എല്ലുണ്ടെന്ന പക്ഷിയാണ് ഈ താടിക്കഴുകൻ. താടിക്കഴുകനെ സാധാരണയായി ഒറ്റയ്ക്കോ ജോഡികളായോ ആണ് കാണപ്പെടുന്നത്. പക്ഷേ ചിലപ്പോൾ അയഞ്ഞ ഗ്രൂപ്പുകളായും കാണാം, അതായത് ചിതറിയ ഗ്രൂപ്പുകളായും. മിതമായ ചിറകടിയോടെ അനായാസമായി ഉയർന്നു പറക്കുന്നവരാണ് താടിയുള്ള കഴുകന്മാർ. ഇവർ ഏകപത്നി സ്വഭാവക്കാരാണ്, അതായത് മോണോഗാമസ്. മിക്കവാറും ജോഡികൾ ജീവിതകാലം മുഴുവൻ ഒരുമിച്ചായിരിക്കും ജീവിക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ അവ പോളിയാൻഡ്രസ് ട്രയോകളാകും. എന്ന് വെച്ചാൽ ഒരു പെൺകഴുകൻ 2 പുരുഷന്മാരുമായി ഇണചേരും.
പരസ്പരം നഖങ്ങൾ കോർത്തുകൊണ്ടുള്ള പറക്കലും തൂവലുകൾ പരസ്പരം കോതി ഒതുക്കി കൊടുക്കലുമൊക്കെയാണ് ഇവർ കാണിക്കുന്ന സ്നേഹപ്രകടനങ്ങൾ. 500 മുതൽ 4000 മീറ്റർ വരെ ഉയരത്തിലുള്ള പാറക്കെട്ടുകൾ, ഗുഹകൾ അല്ലെങ്കിൽ ഓവർ ഹാങ്ങുകൾ എന്നിവിടങ്ങളിലാണ് കൂടുകൾ നിർമ്മിക്കുന്നത്. വേട്ടക്കാരുടെ ആക്രമണം ഒഴിവാക്കാനാണ് വിദൂരവും ഉയർന്നതുമായ പാറക്കെട്ടുകളിൽ ഇവ കൂട് കെട്ടുന്നത്. ഒരേ കൂട് പലപ്പോഴും വർഷങ്ങളോളം വീണ്ടും ഉപയോഗിക്കാറുണ്ട്. അതിനായി വർഷം തോറും അറ്റകുറ്റപ്പണികളും കൂട്ടിച്ചേർക്കലുകളും ഇവ നടത്തും. പ്രദേശത്തിനനുസരിച്ച് താടിയുള്ള കഴുകന്മാരുടെ പ്രജനനകാലവും വ്യത്യാസപ്പെടുന്നു. സാധാരണയായി ഡിസംബർ മുതൽ മാർച്ച് വരെയാണ് പ്രജനനകാലം. പെൺകഴുകൻ 1-2 മുട്ടകളിടും. പക്ഷേ സാധാരണയായി ഒരു കുഞ്ഞ് മാത്രമേ ജീവിക്കാറുള്ളൂ. മുട്ട വിരിയാൻ 53 മുതൽ 60 ദിവസം വരെ എടുക്കും. മാതാപിതാക്കൾ മാറി മാറി അടയിരിക്കും. കുഞ്ഞുങ്ങൾ പൊതുവെ ദുർബലരായിരിക്കും. സിബ്ലിസൈഡ് ഇവർക്കിടയിൽ സാധാരണമാണ്. അതായത് ശക്തനായ കുഞ്ഞ് ദുർബലനായ കുഞ്ഞിനെ കൊല്ലും. കുഞ്ഞുങ്ങൾ പറക്കാൻ ഏകദേശം 4 മാസം വരെ എടുക്കും. പക്ഷേ കൂട് വിട്ടാലും ഏതാണ്ട് 1 വർഷം വരെ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ ആശ്രയിച്ചാണ് കഴിയുന്നത്. താടിയുള്ള ഇളം കഴുകന്മാർ വർഷങ്ങളോളം അലഞ്ഞു നടന്ന് ഒരു പ്രദേശത്ത് സ്ഥിരതാമസമാക്കുന്നു. ഏകദേശം 5 വയസ്സാകുമ്പോഴേക്കും അവ ലൈംഗിക പക്വത പ്രാപിക്കും. സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ 20 മുതൽ 30 വർഷം വരെയാണ് ആയുസ്. ക്യാപ്റ്റിവിറ്റിയിൽ, അതായത് മൃഗശാലയിലും മറ്റും അവ 45 വർഷം വരെ ജീവിക്കുന്നതായി പറയുന്നുണ്ട്. കുട്ടികളെയും കന്നുകാലികളെയും ഇരയാക്കിയതായി കരുതപ്പെടുന്ന തെറ്റായ ധാരണ കാരണം 1900-ന്റെ തുടക്കത്തിൽ താടിയുള്ള കഴുകന്മാരെ യൂറോപ്പിൽ വേട്ടയാടിയിരുന്നു. തന്മൂലം ഈ പ്രദേശങ്ങളിൽ താടിയുള്ള കഴുകൻ്റെ ജനസംഖ്യ ഭയങ്കരമായി കുറയുകയുണ്ടായി. എന്നാൽ ഇന്ന് എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. തീരെ കുറഞ്ഞ പ്രത്യുൽപാദന നിരക്കും ആവാസ വ്യവസ്ഥയുടെ ശോഷണവും മനുഷ്യൻ പ്രകൃതിക്ക് മേൽ ചൊരിയുന്ന വിഷവും കാരണം താടിയുള്ള കഴുകന്മാർ ഇന്ന് വലിയ ഭീഷണി നേരിടുന്നുണ്ട്. എന്നാൽ ശക്തമായ പാരൻറ്റിങ്, അതായത് രക്ഷാകർതൃത്വം, കുഞ്ഞുങ്ങളുടെ അതിജീവന സാധ്യത ഉറപ്പാക്കുന്നുണ്ട്. നിലവിൽ IUCN ലിസ്റ്റിൽ വംശനാശ ഭീഷണി നേരിടാൻ സാധ്യതയുള്ള ജീവികളുടെ കൂട്ടത്തിലാണ് താടിക്കഴുകൻ്റെ സ്ഥാനം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.